എല്ലാവർക്കും ദിയാസ് ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഒരു ഏകദേശം 1.25 കിലോയോളം മീനുണ്ടാവും. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഉലുവ വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കായപ്പൊടിയാണ് ചേർക്കുന്നത്. അതും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചതാണ്. അതൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം മീനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് മീൻ വറുത്തെടുക്കുമ്പോൾ നല്ലെണ്ണയിൽ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ കുറച്ചേറെ നാൾ കേടാവാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. മീൻ നമ്മൾ മുഴുവത്തോടെ ഒന്നിച്ചല്ല വറുത്തെടുക്കുന്നത്, 2-3 തവണയായിട്ട് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഈ മീൻ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പുറമൊക്കെ പെട്ടെന്ന് അങ്ങ് മൂത്ത് കളർ മാറും. എന്നാൽ ഉള്ളൊന്നും പാകത്തിനായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മീൻ വറുത്തെടുക്കാൻ. ഉള്ളുമൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടണം. എന്നാൽ ഒരുപാട് അങ്ങ് മൂത്ത് പോകാനും പാടില്ല. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ അച്ചാർ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ മീൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മീൻ നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഈ മീനൊക്കെ വറുത്തതിന് ശേഷം നമുക്കിനി അച്ചാറിടാം. അപ്പോൾ മീനൊക്കെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണ തന്നെ നമ്മളൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയുടെ അടിയിൽ മട്ടൊഴിക്കാൻ പാടില്ല. ബാക്കി നമ്മൾ കുറച്ചുകൂടി നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 തുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ 2ആയിട്ട് കീറിയിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നന്നായിട്ട് മൂത്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതല്ല ചട്ടിക്ക് നല്ല ചൂടുണ്ട്, എണ്ണയൊക്കെ നല്ല ചൂടായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഈ ഒരു പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കായപ്പൊടിയും ഉലുവയും നമ്മൾ ആദ്യമേ ഫിഷ് മാരിനേറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി എന്നിട്ട് പൊടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് വിനേഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വിനേഗറും കൂടി ഒന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വിനേഗറും ചേർത്ത് ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ മീനും കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പും വിനേഗറും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൂരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പാണെന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പുളി വേണമെന്നുണ്ടെങ്കിൽ വിനേഗർ ചേർത്ത് കൊടുത്താൽ മതിയാവും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്